ഇന്ന് നെറ്റ് ക്ലോത്ത് ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ്. അതിന് പ്രത്യേകമായിട്ട് പറയേണ്ടത് നെറ്റ് ക്ലോത്താണ്. അത് 2 പീസ് ഉണ്ട്. പിന്നെ ഇത് പൂപ്പൊടിയാണ്. ഇത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം എന്നത്തെയും പോലെ ഹെയർ ബാൻഡ്സ്, നൂല്, സൂചി, അങ്ങനെയുള്ള ഓരോ ഐറ്റംസ്. അപ്പോൾ ഇത് 2 വലിപ്പത്തിലുള്ളതാണ് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അതിൽ വലിയ പീസാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. അതെടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ തേച്ചതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഉൾഭാഗത്ത് തേക്കണം, പുറം ഭാഗത്ത് തേക്കരുത്. പുറം ഭാഗത്തായാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കറ രൂപത്തിലായി അവിടെ കാണിക്കും, പിന്നെ നമുക്കൊരു നീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ചിട്ട് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ സെറ്റായി നിൽക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് അമർത്തി വലിച്ച് പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെ പിരിച്ചെടുക്കുക. ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മൊത്തമായിട്ട് ഇങ്ങനെ ക്ലോത്ത് ഉൾഭാഗത്തോട്ടാക്കിയതിന് ശേഷം അങ്ങനെ പിരിച്ചെടുത്ത് സെറ്റാക്കുക. അതിന് ശേഷം ആ അടിഭാഗം ഒന്ന് റെഡിയായി നിൽക്കണമെങ്കിൽ ഈ ഒരു ടാപ്പ് എടുത്ത് ഒട്ടിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ടാപ്പ് എടുത്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു നീറ്റ്നെസ്സോടെ കാണും. അതുപോലെ 2 ഭാഗത്തും അങ്ങനെ വെക്കുക. പിന്നെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് മടക്കരുത്. ഒരു ചെറിയൊരു ഭാഗം അവിടെ വിട്ടിട്ട് അങ്ങനെ മടക്കുക. എന്നിട്ട് സൂചിയും നൂലും വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് ഒന്ന് താഴോട്ട് ഒന്ന് മുകളിലോട്ട് ആ ഒരു രീതിയിൽ റണ്ണിങ് സ്റ്റിച്ച് ആ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഹെയർ ബാൻഡിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഫ്ലവറൊക്കെ വെക്കണ്ടേ, അപ്പോഴല്ലേ കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ലിപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വലിക്കുക. നല്ല മുറുക്കിയൊന്നും വലിക്കരുത്, കാരണം ചെറിയൊരു ഹോൾ അവിടെ വേണം. ഈ ഒരു പൂപ്പൊടി ഉണ്ട്, ഈ പൂപ്പൊടി നന്നായിട്ട് ഞാൻ ഒന്നിച്ച് വിതറി ഇട്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെറ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പൂപ്പൊടി എടുത്തിട്ട് നടുവിലെ പോർഷനിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം ആ ഒരു നടുവിലെ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒന്ന് വലിച്ച് മുറുക്കി വെക്കുക. പിന്നെ ആ ഒരു പൂപ്പൊടി അവിടെ സെറ്റായി നിൽക്കണമെങ്കിൽ ഒന്ന് സൂചിയും നൂലും വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ ആ പൂപ്പൊടി അവിടെ ഇളകാതെ നല്ല റെഡിയായിട്ട് നിന്നോളും. ഇത് പൂപ്പൊടിക്ക് പകരം വേണമെങ്കിൽ മുത്തോ അല്ലെങ്കിൽ നല്ല വൈറ്റ് കല്ലോ ഒന്നും അല്ലെങ്കിൽ നല്ല പർപ്പിൾ കളറിന് ഈ ക്ലോത്തിൻ്റെ സെയിം കളർ എടുത്തിട്ട് ഒരു കല്ലൊക്കെ വെക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ എനിക്കൊന്നുകൂടെ ഇഷ്ടമായത്, ഒരു ഭംഗിയായിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു പൂപ്പൊടി ആയതുകൊണ്ടാണ്. പിന്നെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ്ണിനേക്കാൾ ബെറ്റർ നമ്മളിങ്ങനെ സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. ഗ്ലൂ ഗണ്ണ് ഓക്കെ ആയിരിക്കും, പക്ഷേ അതിനേക്കാളൊരു ബെറ്ററായിട്ട് തോന്നുന്നത് ഇങ്ങനെ സൂചിയും നൂലും വെച്ച് ചെയ്യുക. ചില ഹെയർ ബാൻഡ്സിലൊന്നും പറ്റില്ല. ചില ഹെയർ ബാൻഡുകളിൽ നമുക്കിങ്ങനെ ക്ലോത്ത് വെച്ച് ചെയ്യുമ്പോൾ ആ ക്ലോത്ത് വെച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡുകളിൽ നമ്മൾ ഗ്ലൂ തന്നെ വേണ്ടി വരും, സൂചിയും നൂലൊന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വലിച്ച് നന്നായിട്ട് മുറുക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ഫ്ലവർ മാത്രമേ വെച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ഹെയർ ബാൻഡിൽ നിറയെ വെക്കാം. അതും നല്ല ഭംഗിയുണ്ടായിരിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതുപോലെ ഞാൻ ഈ കാണിച്ചു തന്ന പോർഷൻസിലൊക്കെ വെക്കാം ചെറിയ ഫ്ലവേഴ്സൊക്കെ. പിന്നെ എന്നത്തെയും പോലെ നമ്മൾ ഗ്ലൂ ഗണ്ണ് എടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ്, ഇങ്ങനെ ഒരു ക്യാൻവാസ് പീസ് ഒരു പാക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ക്യാൻവാസ് ഒന്നിച്ചുള്ളൊരു പാക്ക് എടുത്തിട്ടും നമുക്ക് വെക്കാം. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു തോന്നുന്നു. അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കും കൂടിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.